വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കപ്പഡോക്കിയയിലെ ബലൂൺ റൈഡായിരുന്നു. സംഭവം ഞാൻ തലേന്ന് വന്നു കിടന്നുറങ്ങി രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് ഇൻട്രോ ഒന്നും വലിയ വൃത്തി ഉണ്ടായിരുന്നില്ല. ടു ബി ഓണസ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും കാണണമെന്ന് ഞാൻ വിചാരിച്ച ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. തുർക്കിയിലെ മധ്യഭാഗത്തുള്ള കപ്പഡോക്കിയ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്. നമ്മൾ അവിടെ പോലെ കോട്ടകളൊന്നുമല്ല. ഇവിടെ കോട്ടകൾ അങ്ങനെയൊന്നുമില്ല, ഉണ്ട്, പക്ഷെ അത്ര വലിയ നമ്മൾ ട്രോയ് അല്ലെങ്കിൽ എഫീസസ് പോലെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ നമ്മളിത് ഇതേപോലത്തെ സംഭവങ്ങൾ ഇവിടുത്തെ മെയിൻ കേട്ടോ. എന്ന് വെച്ചാൽ വീടുകൾ ഇതേപോലത്തെ ഈ കുന്നില്ലേ, ഈ കുന്നിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് പണ്ട് മനുഷ്യന്മാർ താമസിച്ച വീടുകളാണ്. ആ വീടുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ബലൂൺ റൈഡ് കാണാത്തവർ എന്തായാലും ബലൂൺ റൈഡ് കാണണം. ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ചെയ്തതാണ്. അതുപോലെ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. യെസ്, കം. നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. Hi. Introduce yourself. I'm Emine from Turkey. I'm gonna be his guide. We're happy he's here now. I can't see because of the Okay, fine. സംഭവം വേറെ ഒന്നും കൊണ്ടല്ല. സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ തുർക്കിക്കാരെയാണ്. ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് അറിയാം, അതുപോലെ തുർക്കിഷ് ഭാഷ ഫ്ലുവൻ്റായിട്ട് അറിയാം. സോ അങ്ങനെ ഇൻസ്റ്റയിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത്. അപ്പം അവൾ ഇവിടെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കപ്പഡോക്കിയയിൽ ഞാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാനും കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ എനിക്കൊരു ഹെൽപ്പായല്ലോ, കാരണം എനിക്കിവിടെ ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. പിന്നെ ലോക്കലി ഇത് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മളെ കൂടെ ഇവിടുത്തെ ഒരാളുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പല സാധനങ്ങളും റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും. ഇത് എക്സ്പ്ലോർ ചെയ്യുമ്പം ഒരാൾ കൂടെയുള്ളത് നല്ലതല്ലേ അല്ലേ? ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം. കപ്പഡോക്കിയയുടെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഈ മുകളിൽ കാണുന്ന കല്ലുണ്ട്, കുന്നുപോലത്തെ. ഇതുപോലെ ഒരുപാട് മലകളുണ്ട്. പണ്ട് കാലത്ത് ആൾക്കാർ ഇതുപോലുള്ള മലകളിൽ വന്ന് തുരന്നിട്ട് അതിനുള്ളിൽ വീട് വിളിച്ച് താമസിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതും അതുപോലത്തെ കേജ് ഹൗസുകളാണ്. പിന്നെ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കേജ് ഹോട്ടൽസ് ഉണ്ട്. പിന്നെ റേറ്റ് കൂടുതലാട്ടോ സാധാ ഹോട്ടലിനേക്കാളും. അതെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്നുള്ളത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്നോഫോളെല്ലാം വിട്ടിട്ട് കിടക്കുന്നുണ്ട് പാവം. പിന്നെ നമ്മൾ തുർക്കി ട്രിപ്പിൽ ഇനി കുറച്ച് വീഡിയോസും കൂടി മാത്രമേ വരാനുള്ളൂ കേട്ടോ. കാരണം വി ആർ ഗോയിങ് ടു അനദർ കൺട്രി. നിങ്ങൾ കാണാം, ഇവിടെ കണ്ടോ മഞ്ഞ് മൂടിക്കിടക്കുന്ന മല. ഇതിനകത്തൊക്കെ വീടുകളാണ്, പണ്ട് കാലത്തെ വീടുകളാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഹോട്ടൽസ് കേട്ടോ. ഇവിടുത്തെ ഓരോ ഹോട്ടലുകാർ എടുത്തിട്ട് അതിനുള്ള ഗസ്റ്റുകൾ താമസിപ്പിക്കുന്നത്. ഞാൻ ഒരുപാട് ടൂറിസം കൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ തുർക്കികൾ പ്രത്യേകം അറിയോ, കണ്ടതിൽ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഏറ്റവും കൂടുതൽ ഉഷാറാക്കിയത് തുർക്കിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഹിസ്റ്ററി മൊത്തം അവർ പൊക്കിയെടുത്ത് അതൊക്കെ അവർ സെറ്റ് ചെയ്ത് എന്നിട്ട് അവിടെയൊക്കെ ടൂറിസം വളർത്തി അതിലൂടെ ഒരു കൺട്രി ജീവിക്കാൻ തുടങ്ങി. അത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്, പക്ഷേങ്കിൽ നമ്മളാരും അത് വളർത്താനൊന്നും നിൽക്കുന്നില്ല. നമ്മളത് പൊടി പിടിച്ച് കിടക്കില്ല മൊത്തത്തിൽ. ഇതൊക്കെ കേവുകളാണ്, ഇതൊക്കെ വീടുകളാണ്. വീടുകൾ മീൻസ് ഹോട്ടൽസാണ്. ഇതൊരു ഹോട്ടലാണ്, ഇതിനുള്ളിൽ താമസിക്കാൻ പറ്റും. കംപ്ലീറ്റ് മലേൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ ചെറിയ കുന്നാണ് കയറിക്കൊണ്ടുവന്നത്. ഇവിടെ കേട്ടോ അവില്ല കേവ് ഹോട്ടൽ. ഇവിടെ ഒരുവിധം എല്ലാ ഹോട്ടലിനും പേര് കേവ് ഹോട്ടൽസ് എന്നാണ്. അതാണ് സത്യം. സംഭവം നല്ല തണുപ്പായിട്ട് ശ്വാസം കിട്ടുന്നില്ല കേഴിതെ. ഇവിടെ നോക്കുമ്പോൾ ഏകദേശം രൂപം കിട്ടും. നമ്മളിൽ നിൽക്കുന്ന കുന്നില്ലേ, ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ വീടുകളാണ്. ഓ, ഇതാണ് പ്ലേസ്. യാ കമ്മിങ്. എന്ത് മല്ലു കമ്മിങ്. സ്റ്റാമിന വേണ്ടേ നമ്മളെ. നല്ല കാഴ്ചയാണ് കേട്ടോ. എനിക്കൊന്ന് ഭയങ്കര റെയറായിട്ട് നമുക്ക് ഇതുപോലെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടുത്തെ നായകളെന്ന് പറഞ്ഞത് വല്ലാത്ത സംഭവം ഉണ്ടോ. ഇപ്പം നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഈ ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിട്ട്, ഇപ്പോൾ മഞ്ഞുകാലമായിട്ടാണ്, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കപ്പിൾസൊക്കെ ആണെങ്കിൽ കപ്പിൾസായിട്ടൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഉഷാറാക്കാം. അതിൻ്റെ ലൊക്കേഷൻ ഇത്. സോ നമ്മളിപ്പോൾ വ്യൂ പോയിന്റിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇതേ നോക്ക് നിങ്ങൾ, ഇതാണ് വ്യൂ പോയിന്റ്. ശരിക്കും ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് അവിടെ ലാവൊക്കെ ഒലിച്ച് വന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതും മില്യൺസ് വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു. ആ നദി ഇങ്ങനെ ഒഴുകി അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിലാണ് ശരിക്കും ഇങ്ങനെ ഓരോ മൊട്ടക്കുന്നുകൾ വന്നതെന്നാണ് പറയുന്നത്.
പിന്നെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, വരുന്നതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇതുപോലത്തെ കേവിനുള്ളിലൊക്കെ കയറാം. ആൾക്കാർക്ക് വരുന്നുണ്ട്. വേറെ കാര്യം, ഇത് ശരിക്കും ഒരാഴ്ച മുമ്പ് കണ്ടാൽ ശരിക്കും പൂർണ്ണമായിട്ട് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തത്. കൊറോണ ആയിട്ട് ഒരു കൊല്ലം പൂട്ടിയിട്ടില്ലേ, അപ്പം ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ആളുണ്ടോ ഇല്ലയോ, വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഇവർക്ക്. ഇത് വളവിട്ടതല്ല, മഞ്ഞാണ്, വെള്ളം ഒഴുകിയിട്ട് അവിടെ മഞ്ഞാണത്. അത് എവിടെ മാത്രമല്ല, ആൾക്കാരും വളവിട്ട് പോലും ഉണ്ടോ കാണുമ്പോൾ. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഈ ഒരു ചുറ്റുപാട് നടന്നിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് ദൂരങ്ങളുണ്ട്, അവിടെയൊക്കെ പോകട്ടെ. പിന്നെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാൻ പൈസ ഒന്നും വേണ്ട, ഇവിടെ വന്നിട്ട് ആർക്ക് വേണം കണ്ടിട്ട് പോകും. അപ്പം പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ചിമ്മിനീസ് നമുക്ക് ശരിക്കും അകത്ത് കയറാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, കാരണം ഇവിടെ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. വളരെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്നത്. 5 കിലോമീറ്റർ അപ്പുറം. ഇതൊരു വ്യൂ പോയിന്റ് ആണ് പോകുന്ന വഴിക്കുള്ളത്. നമ്മളിപ്പോൾ വണ്ടി എടുത്ത് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. വന്ന വഴി വെച്ചത് ഓഫ് റോഡാണ്. ഒറ്റക്കായിരുന്ന ഞാൻ നല്ല പൊളിച്ചടക്കി വന്നതിന്, പക്ഷേ കൂടെ അവളുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വളരെ പതുക്കി വന്നിട്ട് പിന്നെ ഹെൽമെറ്റ് ഇട്ടില്ല. അപ്പം നല്ല ചളിയും മണ്ണൊക്കെ. അവിടെ ശരിക്കും അവർ എന്താ പറയുക, മറ്റേ സംഭവമില്ലേ, നമ്മൾ ADV അവിടെ റൈഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, ക്വാഡ്. അപ്പോൾ അതെടുത്തിട്ട് വരുന്ന വഴിയാണ്. അതെടുത്തിട്ട് ഞാൻ നല്ല വരുത്തുമെന്ന് ഇവിടെ കൊണ്ട് കയറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മലയുടെ മുകളിലേക്കാണ് ഇത് പോകുന്ന വഴിക്കാണ് എന്തെങ്കിലും കാഴ്ചകൾ. ഇതൊക്കെ പഴയ കാലത്തെ വീടുകളാണ്, ആ വീടുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നിങ്ങൾ ഇതുപോലെ ഒരു കാര്യം കൂടെ കാണിച്ചതാം. ആ ലെഫ്റ്റ് സൈഡ് കണ്ടോ, അതൊക്കെ വീടുകളാണ് പണ്ടത്തെ. ഈ മണ്ണ് മല മൊത്തം തുറന്നിട്ട് വീടുകളാക്കിയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ടോപ്പ് പോയിട്ട് തിരിച്ച് താഴെ ഇറങ്ങിയപ്പോൾ നമുക്ക് കയറാം കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലെത്തി. ഇത് നിങ്ങൾ കണ്ട് ഈ മലകൾ മുഴുവനും ഈ എന്താ പറയുക ഇങ്ങനെ ഉള്ളത്. പക്ഷെ അവിടെ ഒക്കെ തുറന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നൊരു വീടാണ്. ഇതൊരു വീടാണ്. ഇത് കണ്ടോ, ആ വീടിൻ്റെ ചുമരും അതിലൊക്കെ ഉണ്ട്. അവിടെ കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്നു. ഇത് ഭയങ്കര കുന്ന് ചെങ്കുത്ത ഇറക്കാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്. വളരെ എന്താ പറയുക നല്ല ഫീലിംഗ് ആണ്. ഈ നിൽക്കുന്ന ഇവിടെയൊക്കെ ഡിസൈൻ കൊത്തിട്ടുണ്ടോ. ഇത് വീടിൻ്റെ ടെറസം കണ്ടായിരുന്നു പണ്ട്. ആവശ്യമൊക്കെ ഉണ്ട്. പോകുന്നതൊക്കെ നമുക്കൊരു വീടിൻ്റെ അകത്ത് കയറിയിട്ട് കാണിച്ചിടാം. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ ദൂരെയുള്ള കല്ലുകളാണ്. കാരണം ചിമ്മിനീസ് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് എനിക്ക് റിയലായിട്ട് ചിമ്മിനീസ് കാണിച്ചാൽ പറ്റില്ല. ഭയങ്കര സ്ലിപ്പറി റോഡാണ് കേട്ടോ, വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്കത് കാണണം, അടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണത്. ചിമ്മിനീസ് എന്താണ് ഞാൻ കറക്റ്റ് കാണിച്ചിടാം. പിന്നെ ഇവളുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ റോഡൊക്കെ ഞാൻ ബൈക്ക് എടുത്ത് ഇറക്കും, കൂളായിട്ട് ഇറക്കും. കാരണം ഇപ്പം ഒന്നുമില്ല, സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് കാലിയ വണ്ടി, വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ വഴിയൊക്കെ വളരെ കൂളായിട്ട് ഇറക്കും. എന്തായാലും ഒരു കുഴപ്പമില്ല. ഇവിടെ പോയത് ഇങ്ങനെ ഇറക്കി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലേക്ക് പോകുകയും ചെയ്യാം. പക്ഷേ ഈ രണ്ടാളുണ്ടാകുമ്പോൾ ഒരിക്കലും പറ്റില്ല. പിന്നെ ഇന്ന് ഹെൽമെറ്റും ഇല്ല. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നിൽക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതാണ് ചിമ്മിനീസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാണിച്ചു തരാം. ഇവിടുന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പം ഈ ഒരു കൂനുണ്ടോ, ഈ കൂനിൻ്റെ മുകളിൽ കല്ല് കണ്ട. ഇത് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഇതിലേക്കൂടി വെള്ളം ഒലിച്ചു വരുന്നത്. ഇത് മില്യൺസ് വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളം ഒലിച്ചു വരുന്നു. അപ്പോൾ ഒലിച്ചു പോകുന്ന സമയത്ത് ഈ താഴെയിലത്തെ മണ്ണില്ലേ,
Biraz yavaş konuşsam neden? ഈ താഴെത്തെ കല്ലുണ്ടോ ഇത് ശരിക്കും ബലം കുറവാണ്, മുകളിലത്ത് നല്ല ബലം കൂടുതൽ, മീൻസ് ഉറപ്പ് കൂടുതൽ. അപ്പം ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോയി സൈഡിലേക്കൂടെ പോയിട്ട് എന്തായി ഇത് ഈ ഒരു താഴത്തെ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുക തോടൊക്കെ കണ്ടറിയാം, ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ കല്ലിൻ്റെ അടിയിൽ മണ്ണ് അവിടെ ഉണ്ടാവും. അതുപോലെ ഈ കല്ലിൻ്റെ അടിയിൽ മണ്ണ് പോലത്തെ ഈ സംഭവം അവിടെ നിന്ന് ബാക്കിയൊക്കെ ഒലിച്ചു പോയി. ഒരുപാട് മീൻസ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും, ചിമ്മിനീസ്. അപ്പം ഇതിൻ്റെ വലിയ ചിമ്മിനീസ് ഇപ്പം നമ്മളിപ്പോൾ കണ്ട് ഈ ഒരു കുന്ന് കണ്ടോ, ഇതൊക്കെ അതിൻ്റെ കുറച്ച് വലിയ ടൈപ്പാണ്. അപ്പം ഇവിടെയൊക്കെയാണ് സംഭവിച്ചത്, ഇതിലൊക്കെയാണ് ആൾക്കാരിന്ന് തുരന്ന് അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിനകത്ത് താമസം തുടങ്ങിയത്. ഇത് കപ്പഡോക്കിയയിലെ മെയിൻ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ചിമ്മിനീസാണ്. കാരണം വേൾഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, പിന്നെ വേൾഡ് ഹെറിറ്റേജിലൊക്കെ സൈറ്റിലൊക്കെ പെട്ട സ്ഥലമാട്ടോ ഇതൊക്കെ. തുർക്കിയിൽ ഞാൻ കണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എല്ലാം വേൾഡ് ഹെറിറ്റേജിൽ പെടുന്നതാണ്. അതൊക്കെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ വീടുകളാണ്, പക്ഷെ അതൊക്കെ ചിമ്മിണീൻ്റെ ഉള്ളിൽ കൊത്തി കേട്ടോ ആ സൈഡ് കാണുന്നത്. നമ്മൾ തിരിച്ചു നോക്കുകയാണേ, ഞാൻ പറഞ്ഞാൽ ഇവിടെ കുറച്ച് വീടുകളുണ്ട്, ഞാൻ കാണിച്ചതേ. ജസ്റ്റ് ഞാൻ ഇവിടുത്തെ ഒരു KJ ഹൗസിൻ്റെ ഉള്ളിൽ കാണിച്ചിടാം. നമ്മളിപ്പം കയറിയ മലേൻ്റെ താഴെയിലൊരു വീട് ഇത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യൻ തുരന്നുണ്ടാക്കിയതാണ്. ഇതൊക്കെ റൂമുകളാണ്, എൻട്രൻസ് വേറുണ്ട് അവിടെ. ഇതൊക്കെ ഇവിടെയൊക്കെ ഉള്ള വീടുകളാണ്, ചെറിയ കുഴിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മുകളിലൊന്നും ഉണ്ടായിരുന്നു, പിന്നീട് നശിച്ചു പോയതായിരിക്കും കേട്ടോ. ഇതൊക്കെ ഡിസൈൻ ആക്കിയിട്ടൊക്കെ അന്നും ഇവർ ഡിസൈൻ ആക്കിയിരുന്നു. ഇവിടെ കുഴി പോലെ ഉണ്ട് ഇവിടെ ഇങ്ങനെ. വാവ്, നല്ല എക്കോ അടിക്കുന്നുണ്ട്, കാരണം പാറേൻ്റെ ഉള്ളിലല്ല നമ്മളുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അതുപോലെ കിളിവാതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത വീട്ടിനുള്ളിൽ കയറാം. ഇതിൻ്റെ മുകളിൽ പാറക്കല്ല് ഇങ്ങനെ ബെൻഡാക്കി വെച്ച് നല്ല ഡിസൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കുഴി കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു കുഴിയുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. നമ്മൾ ഇന്ന് കോൺക്രീറ്റ് കെട്ടുമ്പോൾ ഒരു കാലത്ത് ഈ ഏരിയയിൽ മനുഷ്യരുടെ മുഴുവൻ വീടുകളും ഇങ്ങനെയായിരുന്നു. പിന്നെ വെളിച്ചം വരാൻ വേണ്ടി മുകളിൽ ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതൊക്കെ നല്ലൊരു കൺസെപ്റ്റാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തുണ്ട്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ ആ മല കണ്ടോ, അതൊക്കെ വീടുകൾ കേട്ടോ. മൊത്തത്തിൽ എല്ലാം തുരന്നുണ്ടാക്കിയിട്ട് വീടാക്കിയിട്ടുണ്ട് ഇവർ. അവിടെ ജനലൊക്കെ ഉണ്ട്, അത് ശരിക്കും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ആ വീട്, അതിൻ്റെ അർത്ഥം. ഇതൊക്കെ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ കണ്ട ഒരാൾ പോലും ഇല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ. ഇവിടുത്തെ ആൾക്കാർക്ക് ശരിക്കും അവരുടെ വയറ്റിപ്പഴപ്പാണ് ഈ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. പലരും പേടിച്ച് ഇരുന്ന് പറഞ്ഞുള്ളത് പുറത്തിറങ്ങാണ്ടൊക്കെയാണ്. പക്ഷേ പേടിയില്ലാത്ത ആൾക്കാർ ഇതേപോലെ പുറത്തിറങ്ങിയിട്ട് കറങ്ങുന്നുണ്ട്. ഇവിടെ കണ്ടോ, പിന്നെ ഇവിടെ ഒരുപാട് ബലൂൺസിൻ്റെ സുവനീർസ് നമുക്ക് വാങ്ങാൻ കിട്ടും. കാരണം കപ്പഡോക്കിയ നല്ലൊരു ബലൂൺ ഹോട്ട് എയർ ബലൂൺ സിറ്റി ആയതുകൊണ്ട് തന്നെ ബലൂണിൻ്റെ സുവനീർസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. യെസ്, ഇത് നേരത്തെ നമ്മൾ ബലൂണിൽ പോകുമ്പോൾ കണ്ട ചിമ്മിനീസാണ്. ലവ് വാലി എന്നൊക്കെ മുപ്പര് ആ ലവ് വാലി. ഇത് ഇന്നലെ നമ്മൾ ബലൂണിൽ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടെ കണ്ടോ ചെറിയ ഇത് ഇങ്ങനെ പൊന്തി കിടക്കുന്നത് മുകളിൽ. വാവ്, ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. പിന്നെ നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, അതുപോലെ ക്യാമൽ റൈഡിംഗ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോട്ട് നൗ എല്ലാം ഉണ്ട്. നമുക്ക് വേണം അതൊക്കെ ചെയ്യാം. നമ്മുടെ അടുത്തൊരു എന്താ പറയുക കുതിരയുണ്ട്, വേറെ കാര്യം. പിന്നെ വേറെന്താ പറയുക, ഇവിടെ ഇപ്പം എന്നാൽ കുറച്ച് സമയം നമ്മൾ എടുത്തിട്ട് ഒന്ന് കറങ്ങും. രണ്ടാമത് ഞാൻ ഇന്ന് ശരിക്കും ഇവളാണ് എനിക്ക് സ്ഥലങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളൊന്നും. അവളുടെ പുറകിൽ തന്നെ പോകുന്നതുകൊണ്ട്
നമുക്കിനി അങ്ങോട്ടൊക്കെ പോയി അവിടുത്തെ കാഴ്ചയൊക്കെ കാണാം അല്ലേ. ലവ് വാല്യൂ ആണ് ഇവിടെ. അവിടെ ഒരു ലവിൻ്റെ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ കണ്ടോ ക്യാമലൊക്കെ ഉണ്ടെങ്കിൽ നിലത്ത് പുല്ലൊന്നുണ്ടാവില്ല. കാരണം വെച്ചാൽ ഇവർ അവിടെ ഒരു സംഭവം കൊണ്ട് വണ്ടി പോലത്തെ അതിൻ്റെ ഉള്ളിലാണ് പുല്ല് കൊണ്ടിച്ചിട്ട് അവിടെ നിന്നാണ് തീറ്റ കൊടുക്കുന്നുണ്ട്. നിലത്തിട്ട് തീറ്റ കൊടുക്കുന്നില്ല, കാരണം കച്ചറയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അവരതിൽ കെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ലവ് വാലി എന്ന പേര് ഇവിടുത്തെ ടീമിട്ട പേരാണ് എനിക്ക് തോന്നുന്നത്, ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പേരിന് മാച്ച് ആവുന്ന നേരത്തിൽ പല സ്ഥലത്തിലും ലവ് ഡിസൈനിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കപ്പിൾസ് വന്നിട്ട് അവരുടെ പേരെഴുതിയിട്ട് ചെറിയ കുടം പോലത്തെ സാധനത്തിൽ അവർ പേരെഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിടും. കണ്ടോ, നല്ല പരിപാടി ഇത്. ഈ കുടം നമുക്ക് അപ്പുറം നിന്ന് വാങ്ങാനും കിട്ടും. അപ്പോൾ എന്തായി, അപ്പോൾ വിൽക്കുന്നതൊക്കെ ഒരു കച്ചവടമാവും ചെയ്തു. ഇതിടാം പേര്, അതുപോലെ വന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇവിടെ നിന്ന് കെട്ടിയിടും. വിൽക്കുന്നതൊക്കെ ഒരു കച്ചവടമായി, വന്നവർക്കൊരു സന്തോഷമായി. അത്ര തന്നെ. ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്യാം. പിന്നെ ബ്ലൂ കളറുണ്ട്. ഇത് ഇവിടുത്തെ തുർക്കിയിലൊരു മെയിൻ സംഭവമാണ് ഈ ഒരു സാധനം. പക്ഷേ ഇത് പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലാന്ന് പറഞ്ഞത് എന്താ എനിക്കൊരു കറക്റ്റ് അറിയില്ല കേട്ടോ. നമുക്കിവിടെ ഒരു ജ്യൂസ് കോർണേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ അവിടെ കെട്ടി തൂക്കാനുള്ള കുടങ്ങളില്ലേ, ആ കുടങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. ഇതിവിടെ വാങ്ങാൻ പറ്റും, ഇതും ഇവിടെ വാങ്ങാൻ പറ്റും. ഇത് ഇവിടുത്തെ കേവ് ഹൗസസ് ഇല്ലേ, കേവ് ഹൗസസിൻ്റെ ഒരു ഡിസൈനാണ്. മഞ്ഞ് ഒറിജിനലാണ്, മഞ്ഞ് വീണിട്ട് ഇല്ല കേട്ടോ. കാരണം ഇവർ ഉള്ളിൽ വെക്കലാന്ന് തോന്നുന്നത്. ഗ്ലൗസ് ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കപ്പഡോക്കിയൻ്റെ സൂനീർസാണ്. ഇത് കേവ് ഹൗസും കേവ് ഹൗസിൻ്റെ മുകളിൽ ബലൂണും രണ്ടും കൂടി ഒരുമിച്ചിട്ടായ ഒരു സൂനീർ കേട്ടോ. അതിൻ്റെ വലിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉറുഗ്വേപ്പ്, ഗൊറേമി. ശരിക്കും ഞാൻ താമസിക്കുന്നത് ഗൊറേമിയിലാണ്, ഉറുഗ്വേപ്പിലല്ല. അപ്പോൾ ഞാൻ അന്ന് മിസ്റ്റേക്കിനലി ഉറുഗ്വേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് മാറ്റി പിടിക്കണം. പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സുവനീറാണ് ഈ ഒരു ബലൂൺ എന്ന് പറയുന്നത്. ഞാനന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇവിടെ മെയിൻ പ്രത്യേകത വെച്ചാൽ ജ്യൂസുകളൊക്കെ ഫുൾ ഫ്രഷാണ്. ഓറഞ്ചൊക്കെ എടുത്തിട്ട് അതിലിട്ട് പീഞ്ഞിട്ട് കൊടുക്കലാണ്. ഇവരെയും വെള്ളവും കാര്യങ്ങളും ചേർക്കുന്നില്ല. നോ ഐസ്ക്രീം, ദാറ്റ്സ് വാട്ട് ഐ ആം ലുക്കിംഗ്. തുർക്കിഷ് ഐസ്ക്രീം, പക്ഷേ ഐസ്ക്രീം ഇല്ല. ഐ ക്യാൻ സീ. I had Turkish ice cream in Dubai and all, but I can't find it in Turkey. തുർക്കിഷ് ഐസ്ക്രീം ഭയങ്കര ഫേമസ് ആണ്. താങ്ക് യു. തുർക്കിഷ് ഐസ്ക്രീം ഭയങ്കര ഫേമസ് ആണ്. തുർക്കിയിലൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേങ്കിൽ ഇവിടെ സാലിൻ കഫേ, ഒരു കോഫി ഷോപ്പ് ഉണ്ട് താഴെയിൽ. അവിടെ പോയിട്ട് നമുക്ക് കോഫി കുടിക്കാം. ലവേഴ്സിനാണ്. അതായത് അവിടുത്തെ മറ്റേ കപ്പൊക്കെ ഇവിടെ ഉണ്ട്. കോമഡി എന്ന് വെച്ചാൽ ഇവർ ഫോട്ടോ എടുക്കുന്നില്ലേ, ആ ഫോട്ടോ എടുക്കുന്നതിന് മുകളിലൊരു പരസ്യം കണ്ടെങ്കിൽ സാലിൻക കഫേ എന്ന് പറഞ്ഞ കഫേനെ പരസ്യത്. ആർക്കും സംഭവം അറിയുന്നില്ലല്ലോ. ഇവരിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. ഭാഷ അറിയുന്നതൊക്കെ മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. നല്ല രസമാണ്. ഇവിടുന്ന് ഇങ്ങനെ ചിമ്മിനി എടുത്ത് വരുമോ, ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോസാണ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫേമസ് ആയിട്ട് പോകുന്നത്. ഇവൻ പേടിച്ചിരിക്കുന്നൊക്കെ ചെക്കൻ കരുന്നുണ്ട്. പല ആൾക്കാരുടെയും, ലോകത്തിലെ പല ആൾക്കാരുടെയും കപ്പഡോക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കസേരയൊക്കെ എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാമേഴ്സിൻ്റെ മെയിൻ സ്ഥലമാണ് ഇവിടെ. ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഹയർ ചെയ്യാൻ പറ്റും. നല്ല പൈസയാവും. അപ്പോൾ അവരുടെ ലൊക്കേഷനിൽ നമ്മൾ കൂട്ടിപ്പോയിട്ട് അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് വൃത്തിയിൽ നമുക്ക് മൊഞ്ചാക്കിയിട്ട് തരും, എഡിറ്റിംഗ് ചെയ്തിട്ട്. അത് നല്ല അടിപൊളി ക്യാമറയില്ലേ. ഇവിടെ നമുക്ക് പല സ്ഥലത്ത് കാണാൻ പറ്റും. നമുക്കെല്ലാം എന്ത് ഫോട്ടോ, നമുക്ക് വീഡിയോ മതി. ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഇൻസ്റ്റയിൽ തന്നെ ഞാൻ വലിയ വൃത്തിയിലെ ഫോട്ടോ ഒന്നും ഇടുന്നില്ല കേട്ടോ. എന്തെങ്കിലും ചാറൊക്കെ വലിച്ചിട്ടില്ലേ, എന്തായാലും ലൈക്കെല്ലാം കിട്ടുന്നുണ്ട്, മതി. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ റെഡ് വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ടു. റെഡ് വാലിയാണ് കാണിക്കാൻ പോകുന്നത്. കാരണം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പഡോക്കിയ ഈ ഒരു ടൗണിൻ്റെ പിന്നെ പനോരമയ്ക്ക് വ്യൂ കിട്ടും. വെച്ചാൽ മൊത്തത്തിൽ വലിയൊരു കുന്നിൻ്റെ പുറത്ത് ഇവിടുത്തെ ഒറ്റ ഹൈറ്റുള്ള സ്ഥലമാണ്. ലവ് വാലി പോലൊന്നുമല്ല. ലവ് വാലി എന്ന് പറഞ്ഞാൽ ആ ലവ് വാലിൻ്റെ ആ ഏരിയ മാത്രം കാണിക്കും. പക്ഷേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി മൊഞ്ച് കിട്ടും. Uh, 40, 80, 90, okay.
യാ താങ്ക് യു 95. ഇവിടെ നമുക്ക് കയറാൻ ടിക്കറ്റ് വേണം. ഇതാണ് എൻട്രൻസ്. ഇവിടെ 5 ലെയർ 50 രൂപ ഇങ്ങോട്ടേക്ക് എൻട്രൻസ് ഫീസായിട്ട് കൊടുക്കണം. അത് വളരെ മാന്യമായ ഫീസാണ്. അത് വണ്ടിയിൽ ഒരു വണ്ടിക്ക് തന്നെ എത്രയാക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരുപാട് വണ്ടികളൊക്കെ കാണാം. പിന്നെ പൈസ കൊടുത്താൽ ഒരു നഷ്ടവുമില്ല. എന്താണോ ഇത്, എന്താ രസം നോക്കി നിങ്ങൾ. എല്ലാം വൃത്തിയായിട്ട് പോകുന്ന വഴിക്കൊക്കെ റോഡെല്ലാം സെറ്റപ്പാക്കി ഒരു പക്ക പ്രൊഫഷണലായിട്ട് ഇവർ ഇവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ. അത്രയ്ക്കും പ്രൊഫഷണലായിട്ട് ഇവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. അതല്ലാതെ പൈസയും മേടിച്ച് 2 ടോയ്ലറ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് വൃത്തിയില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതുപോലുള്ള കൺട്രികൾ ശരിക്കും നമ്മുടെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ടൂറിസം മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൂറിസം വകുപ്പ്, അതുപോലെ ജീവനക്കാർ, ഇവരൊക്കെ ഒന്നുമില്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ തുർക്കി പോലത്തെ ഇതേപോലത്തെ കൺട്രികളൊക്കെ വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. കാരണം ഒന്ന് വിസിറ്റ് ചെയ്താൽ ഇവർക്ക് കുറച്ച് ഐഡിയ വരും എന്താണെന്നുള്ളത്. ഇതാണ് ലൊക്കേഷന്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, സുവനീർ ഷോപ്പുകൾ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ. അപ്പം അതാണ് വ്യൂ പോയിന്റ് കേട്ടോ. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യൂ പോയിന്റ് ഇല്ലേ, ഇവിടുത്തെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെയോ ചായ ഒന്ന് കുടിക്കാൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ. വാവ്, ഭയങ്കര വ്യൂ കേട്ടോ. എത്രയോ ലോങ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സോ പോവാം. കണ്ടോ നിങ്ങൾ, ശരിക്കും ഇവിടെ കാണുന്ന മൊട്ട കുന്നുകളില്ലേ, ഇത് 1 കോടി വർഷം മുമ്പുണ്ട് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ വന്ന് കൂടിയ ഹാഷുകൾ, അതിൻ്റെ ചാരങ്ങളൊക്കെ ആട്ടോ ഇതൊക്കെ. വാവ്, അതാണ് ഈ കോലത്തിൽ. കപ്പഡോക്യ എന്ന് പറഞ്ഞാൽ ശരിക്കും ലോകത്തിലൊരു അത്ഭുത സ്ഥലമാണ്. ഭയങ്കരമായ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് കപ്പഡോക്യ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മളിവിടെ വരണം. ഇവിടെ നോക്കി നമുക്കങ്ങനെ ദൂരെ വരെ കാണാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കപ്പഡോക്യയിൽ ഞാൻ മൊത്തം 3 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്ന് നമ്മുടെ ബലൂണിൻ്റെ, അതുപോലെ തന്നെ ഒന്ന് ഇവിടുത്തെ ചിമ്മിനീസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ. പിന്നെ അടുത്ത് വരാൻ പോകുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം 1300 വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെ ഇവിടെ ക്രിസ്ത്യൻ മതവിഭാഗം താമസിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയിൽ, അവിടെ പള്ളികളൊക്കെ ആയിട്ട് അവരുടെ മതപഠനത്തിന് മറ്റൊരു ഉപയോഗിച്ചിരുന്ന പ്രധാന ഒരു സ്ഥലമുണ്ട്, ഓപ്പൺ എയർ മ്യൂസിയം എന്നിട്ട്. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെയും സെൻറ്റ് ജോർജിൻ്റെയും ലൂക്കൻ്റെയും അതുപോലെ ബൈബിൾ എഴുതി 4 ആൾക്കാരല്ലേ, എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വരച്ചിട്ടുണ്ട്. അതും ഒറിജിനലാണ്, ഭയങ്കര വെറൈറ്റിയാണ്. എല്ലാവരും കാണണം കേട്ടോ. നാളത്തെ എപ്പിസോഡ് എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എന്താ പറയുക, കപ്പഡോക്യയിൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്, സോ ഹാപ്പി മൈൻഡപ്പ് ചെയ്യാണ്. നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് നാളത്തെ എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.